ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അവൾ അങ്ങോട്ട് പോകുന്നുണ്ട്, പൂപ്പി ഇങ്ങോട്ട് കഴിക്കുന്നുണ്ട്. ഇത് ഞാൻ 5-6 തവണയാണ് ഇൻട്രോ എടുക്കുന്നത്. മൊത്തം സമയം ഇവരുന്ന് കുരച്ച് ചെരുപ്പ് കൈ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അടിക്കാനല്ല, പേടിപ്പിക്കാൻ. അപ്പം ഞാൻ ട്യൂഷന് പോകാനായിട്ട് കുളിച്ചൊരുങ്ങി. ഇന്ന് ട്യൂഷന് പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നേരത്തെ പോകാൻ പോവാ. ഒരുങ്ങിയിട്ട് നേരത്തെ പോവാം. ഗൈസ്, അപ്പം ബസ് സ്റ്റോപ്പിൽ എത്തി ട്യൂഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഏതോ സ്റ്റേ ഹെൽത്തിൻ്റെ അടുത്തെത്തി. വേറിട്ട് പോയിട്ട് കാണിക്കാൻ പറ്റൂല, പിള്ളേരുണ്ടേ പറ്റൂല. ഇപ്പം കരാട്ടയുടെ മോളിൽ കിടന്ന് ആരോ കുരയ്ക്കുന്നുണ്ട്. ശരി, ട്യൂഷനിലെത്തി ഗൈസ്. അപ്പം ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങി. കേൾക്കത്തില്ല, ഞാൻ ഇതീ പറഞ്ഞാലേ കേൾക്കത്തില്ല. ഇറങ്ങി ബസ്സിൽ പൊക്കോണ്ടിരിക്കുവാണ്. ട്യൂഷന് വെച്ച് സംസാരിക്കാൻ പറ്റൂല. ഞാൻ വീഡിയോ എടുത്തായിരുന്നു, സംസാരിക്കാൻ പറ്റൂല. നല്ല രസോടാ കാണാൻ. മൈലോമ്പള്ളിയായി വലിച്ചിറക്കിയത്. ക്യാമറ എടുത്ത് വെളിയിടണ്ട. ഫോൺ പോകുമ്പോഴും അതിന് പിന്നെ കാണാം. ഗൈസ്, അപ്പം കടയിലെത്തി. ഇവിടെ നിൽക്കുക. അവൻ എൻ്റെ കൂടെ വന്ന് ജോലി പോയി. ഞാൻ ഇപ്പം ഒരാഴ്ചയായിട്ട് ആറ്റി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നീന്തൽ. ഞാൻ നീന്തൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അവിടെ പഠിക്കുന്നൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ നിർത്തി. അപ്പോൾ ഇവിടെ ഉള്ള കണ്ണന്മാര് ചെന്നാൽ മതി, പഠിപ്പിച്ചു തരാമെന്ന്. കാണാനെ കണ്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ഇപ്പം അടി കൂടെ നീന്താൻ പഠിച്ച്. ഞാൻ ക്യാമറ ആ സൈഡിലെങ്ങാനും വെച്ച് നോക്കാം. ഗൈസ്, അങ്ങനെ ഇപ്പം സമയം 4:39. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാതിരിക്കും. കാരണം ഇത്രയും വലിയ റബ്ബറിൻ തോട്ടിലില്ല, കിലോമീറ്റർ കണക്ക് ഒറ്റ മനുഷ്യനില്ല. ഞാൻ പറഞ്ഞാൽ ആറ്റി പോകുന്ന കാണിക്കാനായിട്ട്. ആറ്റി പോവാണ്, ഡ്രസ്സൊക്കെ ഉണ്ട്. ആറ്റി പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് തുണി അങ്ങാണ്ട് മേടിക്കണമെന്ന് പറഞ്ഞ് അവിടെ പോയി അത് മേടിച്ചിട്ട് വന്ന് വണ്ടി കടയിലുമായിരുന്നു. പിന്നെ ഞാൻ ബൈക്കിനൊരു കേട് വന്നു. പിന്നെ അവ സ്കൂട്ടി വന്നുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഒരുവിധം ഉരുട്ടിക്കൊണ്ട് അവിടെ കൊടുത്തു. എനിക്ക് ഓട്ടിക്കാൻ അറിയാം, പക്ഷേ മെയിൻ റോഡല്ലേ, പോലീസ് വന്നത്. അതുകൊണ്ട് ഞാൻ ഓട്ടിക്കാറില്ല ബൈക്ക്. വീടിന് ചുറ്റിനെ ഓട്ടിക്കും. പിന്നെ ഇങ്ങോട്ട് അത്യാവശ്യമായിട്ട് കൊണ്ടാ കടയിൽ കൊടുത്ത്. എന്നിട്ട് പിന്നെ വന്ന് അവൻ്റെ കൂടെ സ്കൂട്ടി പോയി മേടിച്ചുകൊണ്ട് വന്ന്. ഇപ്പം ഞാൻ വന്ന് ഇതൊക്കെ എടുത്തപ്പോഴത്തേക്ക് അവൻ പോയി. അവൻ അങ്ങ് ദൂരെ വന്നു. എല്ലാം ഇനി അവിടെ വെച്ചാണ്. യോ ഗൈസ്, അങ്ങനെ ആറ്റി എത്തി. ഞാൻ ഇറങ്ങാൻ പോവാ. വെറുതെ തെണ്ടിത്തരം പറഞ്ഞ് നാട്ടുകാരുടെ അതിന് അടി വാങ്ങിച്ച് വയ്ക്കല്ലേ. ഇവിടെ പാണ്ടികളുണ്ടായിരുന്ന അതുകൊണ്ട് ഇത്ര നേരം ഇറങ്ങാൻ പറ്റിയില്ല. പാണ്ടികൾ എന്താ കുഴപ്പം. ഞാൻ മുങ്ങട്ടെ. ഇത് കൈ മുങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്ക്, അയ്യോ. കയറാൻ ഞാൻ കയറുമ്പം കാണിക്കാം. തെന്നി വീട് ഗൈസ്.
ഞാൻ പറഞ്ഞില്ലേ അവിടെ പായലെന്ന്. ഗൈസ് അപ്പം കയറിയിട്ട് കാണിക്കാം. നീ തെന്നി വീണ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കൂ. ആ ഗൈസ് അപ്പം ആറ്റി പോയി കുളിച്ചിട്ട് ഞാൻ വന്നപ്പോൾ ഇരുട്ടായി. സമയം 7:31 വന്നപ്പോൾ ലേറ്റായി. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിലൊക്കെ പോയി കാത്തൂനെയൊക്കെ കാണിച്ച് ഉപ്പയെ കാണിച്ച് അവളെ പിള്ളേരും നടന്നിപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരും, അതൊക്കെ കാണിക്കാതെ. പിന്നെ വെച്ചാൽ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ അഗസ്തിക്കോട്ട വീഡിയോ ഇടാന്ന് വേണ്ടി ഇടാതെ കാര്യം അതെന്തോ ഒരു ക്രാക്ക് പോലെ വന്നിട്ട് ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിൽ കിടന്ന് എല്ലാ വീഡിയോസും പോയി. അതിൻ്റെ ഞാൻ റിക്കവർ ചെയ്യാൻ നോക്കി കിട്ടിയില്ല. റിക്കവറായാൽ അതിടാം, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീഡിയോ ഇടാം കൊച്ചുങ്ങടെ. ആ സൈലത്തിൻ്റെ ലൈവ് ഉണ്ടെന്ന് മെസ്സേജ് വന്നേക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.